അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന സമ്മേളനത്തിന് സർക്കാർ ചെലവിട്ടത് 1.5 കോടി രൂപ. പാവപ്പെട്ടവർക്കുള്ള ഷെൽട്ടർ നിർമ്മാണ ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ പണം എടുത്തത്. കൊട്ടിഘോഷിച്ച വേദിയിലായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. കേരളപ്പിറവി ദിനത്തിലാണ് കോടികൾ ചെലവിട്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അതേസമയം അതിദാരിദ്ര്യമുക്തമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നതായി വേദിയിലുണ്ടായിരുന്ന നടനും ഇടത് സഹയാത്രികനും മുഖ്യാതിഥിയുമായ മമ്മൂട്ടി തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ശാലിനി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിളിച്ചു വരുത്തിയ മുഖ്യാതിഥി തന്നെ പറഞ്ഞു, ദാരിദ്ര്യം ഒന്നും മാറിയിട്ടില്ല എന്ന്. ശരി, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് കുറച്ചുകൂടി മനോഹരമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ചോദ്യം ഇതാണ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വെച്ച പണം, ഷെൽട്ടർ നിർമ്മാണത്തിന് കൊടുക്കാൻ വെച്ച പണമാണ് ഈ ഗാനമേള നടത്തിയും തിരുവാതിരക്കളി നടത്തിയും കെങ്കേമമായ ഈ ആർഭാട സംഗമത്തിനായി ചെലവിട്ടത്. എന്നാൽ അതിദാരിദ്ര്യമുക്തരായോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത് തന്നെയാണ്. പ്രഖ്യാപനം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആ ചോദ്യം തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, സർക്കാരിനോട് ചോദിക്കുന്നത്, പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. അതായത് മുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഒരു കേരളപ്പിറവി ദിനത്തിലാണ്. പക്ഷേ അതേസമയം തന്നെ ഈ കേരളപ്പിറവി ദിനത്തിൽ ജനം ഉൾപ്പെടെ മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളുണ്ട്. ഉണ്ണാൻ ഭക്ഷണമില്ലാതെ, ഉറങ്ങാനൊരു കിടക്കാടമില്ലാതെ, ഒരു നേരം ശൗചാലയത്തിൽ പോകാൻ ശൗചാലയങ്ങളോ അടച്ചുറപ്പുള്ള വീടുകളോ ഇല്ലാതെ ഒരുപാട് ആളുകൾ ഈ ഒരു നാട്ടിലുണ്ട് എന്നുള്ളതിന്റെ നേർസാക്ഷ്യങ്ങളായ റിപ്പോർട്ട് ജനം TV അടക്കം പുറത്തുവിടുമ്പോൾ തന്നെയാണ് അതിഗംഭീരമായ സദസ്സിൽ അതിസമ്പന്നമായി തന്നെ ആർഭാടപൂർവ്വമായി മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 4 മാസം മാത്രം നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഏത് നിമിഷവും വരാനിരിക്കുന്നു. ഇതിനിടയിലാണ് അതിദാരിദ്ര്യമുക്തമായി സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത്. അതിൽ ഏറ്റവും വിരോധാഭാസം എന്നുള്ളത് ഈ സാധാരണക്കാർക്ക് ദാരിദ്ര്യരായി അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പാങ്ങില്ലാത്തവർക്ക് വേണ്ടി വക മാറ്റി വെച്ചിരുന്ന അല്ലെങ്കിൽ അതിനായി നീക്കി വെച്ചിരുന്ന 53 കോടി രൂപയിൽ നിന്നാണ് 1.5 കോടി രൂപ എടുത്ത് AC-യും ഒപ്പം തന്നെ ഫാനും ഒക്കെ വെച്ച് ആർഭാടപൂർവ്വമായൊരു സ്റ്റേജ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുകയും അവിടെ വിശിഷ്ട അതിഥികളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാനമേളയും ട്രൂപ്പും ഒക്കെ ആയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് കോട്ട നിശ്ചയിച്ചുകൊണ്ട് ആളുകളെ പങ്കെടുപ്പിക്കണമെന്നൊരു ഉത്തരവ് കൂടി ഇതിനിടയിൽ സർക്കാർ ഇറക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ വകുപ്പാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളെയും ആളുകളെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 200 പേര്, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേര്, മുനിസിപ്പാലിറ്റികളിൽ നിന്ന് 300 പേര്, കൂടാതെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് 10,000 പേരെ പങ്കെടുപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ സദസ്സൊക്കെ അതിഗംഭീരമായി പങ്കെടുപ്പിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടുകൂടി ആളുകളെല്ലാം 4 വഴിക്ക് പോയി. അതിനുശേഷം ഹരിശങ്കർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലുള്ള ഗാനമേള പരിപാടി ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് പോലെയായി ഈ ഗംഭീര ആർഭാട പ്രഖ്യാപനം എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി സംസാരിക്കും വരെ എല്ലാവരെയും ബലമായി അവിടെ പിടിച്ചിരുത്തി. മുഖ്യമന്ത്രി സംസാരിച്ച് പോയപ്പോൾ എല്ലാവരും വഴിക്കൊക്കെ പോയി. എന്തായാലും ഇപ്പോഴും ചോദ്യം അതാണ്, അതിദാരിദ്ര്യമില്ല എന്ന് പറയുന്ന ഈ പ്രഖ്യാപനത്തിന് ശേഷവും കേരളത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന്. ജനം TV എന്തായാലും ഈ അന്വേഷണം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നും പല റിപ്പോർട്ടുകളും ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്.